ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ മണാലിക്ക് പോകും. ഇന്നത്തേക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. സരോജിനി മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് മണാലി ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളത്. അതിനൊരു ഹോളിഡേ വേണ്ടാന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വേറെയും ചില പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റിപ്പബ്ലിക് ഡേ അടുത്ത് വന്നതുകൊണ്ട് ഇവിടെയുള്ള പല സ്ഥലങ്ങളും ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാനൊക്കെ പാളിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഉച്ചവരെ കിടന്നിറങ്ങി. ഉച്ചക്കിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടന്നപ്പോഴാണ് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടത്. അപ്പം തന്നെ അവിടെ കയറി ഞാനിത് ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. ഹസ്ബൻഡാണെങ്കിൽ വെള്ളയപ്പവും ബീഫുമാണ് ഓർഡർ ചെയ്തത്. കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബിരിയാണി നമ്മുടെ ആ ഒരു കോഴിക്കോട് കണ്ണൂർ ഏരിയയിൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റിലും കഴിച്ചു. പിന്നെ ബീഫ് അടിപൊളിയായിരുന്നു. ഞാനൊരു കാപ്പിയും ഹസ്ബൻഡ് ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങളിത് മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയിൽ നിന്ന് നമുക്ക് സരോജിനി നഗറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ. പണ്ട് സ്കൂളിലെങ്ങാൻ പഠിക്കുന്ന സമയത്ത് കൊച്ചി മെട്രോയിൽ പോയതാണ്. അതിനുശേഷം ഞാൻ ഇന്നാണ് മെട്രോയിൽ കയറുന്നത്. നല്ല തിരക്കായിരുന്നു, സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടം വരെ എത്തി. അവിടെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മളെ ഫോണിൽ ഏത് വഴിയാണ് ആരൊക്കെയാണ് അടിച്ചു മാറ്റി കൊണ്ടുപോകാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇത് ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് മോമോസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര തണുപ്പായത് കാരണം ദിവസം ഒരു ചായ പോലും കുടിക്കാത്ത ഞാനിപ്പോൾ ഒരു 3-4 ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും മെട്രോയിൽ കയറിയിട്ട് കാശ്മീരി ഗേറ്റിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മണാലിക്കുള്ള ബസ്. എനിക്ക് തണുപ്പ് അങ്ങോട്ട് സെറ്റാവുന്നേ ഇല്ല. ഞാനിങ്ങനെ കിടുകിടാ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ചൂട് മാഗിയൊക്കെ വാങ്ങി കഴിച്ചു. ഇതൊരു മട്ക ചായ, അങ്ങനെ തന്നെയല്ലേ പറയുക, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് തിരിച്ചു കൊടുക്കണം കേട്ടോ. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഞങ്ങളത് ബാഗിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ടുണ്ട്. മണാലിക്ക് ഞങ്ങൾ 2 പേര് മാത്രമല്ല കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ ടീമിൽ ഒരു 150ഓളം ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നേരിട്ട് ആരെയും അറിയില്ല. എല്ലാവരും കേരളത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. പക്ഷേങ്കിൽ പല നാട്ടിൽ നിന്ന് പല ടൈപ്പ് ആൾക്കാർ, അതായത് കപ്പിളായിട്ട് വരുന്നവർ, ഫ്രണ്ട്സായിട്ട് വരുന്നവർ, ഒറ്റയ്ക്ക് വരുന്നവർ, അങ്ങനെ പല 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 ടൈപ്പ് ആൾക്കാരുണ്ട് ഞങ്ങളുടെ ട്രിപ്പിൽ. ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലിങ്ങനെ അല്ലറ ചില്ലറ ചാറ്റൊക്കെ ചെയ്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ നമുക്കറിയാം. അങ്ങനെ ഞങ്ങളുടെ ടീമിൻ്റെ കോർഡിനേറ്റർ വന്ന് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തരികയാണ്. ഞങ്ങളുടെ ബസ്സാണ് കേട്ടോ ഇത്. 4-5 അങ്ങനെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബസ്സാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. കപ്പിൾസാണ് ഈ ബസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മണാലി എത്തിയിട്ടുണ്ട് ഗൈസ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ബൈ.